കേജ്രിവാളിന്റെ അറസ്റ്റാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്നത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് അറസ്റ്റിലാവുന്നത്. ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചിരിക്കുന്നു. 3 അംഗ ബെഞ്ച് ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഈ നീക്കം. ഇഡി കസ്റ്റഡി അപേക്ഷ നൽകുകയും നേരത്തെ അറസ്റ്റിലായ കെ കവിതയുടെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാതിരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഹർജി പിൻവലിച്ചത്. കെജ്രിവാളിനെ ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കെജ്രിവാളിന്റെ അഭിഭാഷകർ കോടതിയിൽ ഹാജരായിട്ടുമുണ്ട്. കോടതി വിവരങ്ങളുമായി ബി ബാലഗോപാൽ, കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള വിവരങ്ങൾ അർജുൻ പീതാംബരൻ എന്നിവർ നൽകും. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം ബാലഗോപാലിലേക്ക്. ബാലു, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഹർജി 3 അംഗ ബെഞ്ച് കേൾക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഹർജി പിൻവലിക്കുകയാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ചെയ്തിരിക്കുന്നത്. തൊട്ട് മുൻപ് കെ കവിതയ്ക്ക് ഇതേ കേസിൽ ജാമ്യം നിഷേധിക്കുകയും ആ ഘട്ടത്തിൽ കപിൽ സിബൽ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ സുവർണകാലമായി ഈ കാലം രേഖപ്പെടുത്തില്ല എന്ന് മുനവെച്ച് പറയുകയും ചെയ്ത പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട്. ജാമ്യം കിട്ടില്ല, സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണോ ഹർജി പിൻവലിച്ചത്? സുപ്രീം കോടതിയിൽ നിന്ന് അത്തരത്തിലൊരു അനുകൂലമായൊരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഇന്ന് രാവിലെ തന്നെ കെജ്രിവാളിനും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിന്റെ അഭിഭാഷകർക്കുമൊക്കെ വ്യക്തമായിരുന്നു. കാരണം ഒരേ വിഷയത്തിലാണ് കവിതയും കെജ്രിവാളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. കവിതയുടെ ഹർജിയിൽ ഈ ഇഡിയുടെ അറസ്റ്റ് അതുപോലെ തന്നെ ജാമ്യം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ജാമ്യം ഈ ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരമുള്ള റിട്ട് ഹർജിയിൽ നൽകാൻ വേണ്ടി കഴിയില്ല എന്ന് അസന്നിഗ്ധ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ കെജ്രിവാളിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ഹാജരാകുകയും ഈ ഹർജി പിൻവലിക്കുന്നതായി അദ്ദേഹത്തെ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം ഈ നിലവിൽ ഇഡി റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് തങ്ങൾ വിചാരണ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഹർജി പിൻവലിക്കുന്നുവെന്നാണ് സിംഗ്വി പറഞ്ഞത്. അതിനുശേഷം ചെറിയ നാടകീയമായ സംഭവങ്ങൾ കോടതിയിൽ നടന്നിരുന്നു. കാരണം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ഹാജരാകുകയും ഇഡിക്ക് വേണ്ടി അദ്ദേഹമാണ് ഈ കോടതിയിൽ ഹാജരാകുന്നത്. അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് ഈ അഭിഷേക് മനു സിംഗ്വി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ്. കാരണം നേരത്തെ ഈ ഇഡിക്ക് താൻ നൽകിയിരുന്ന നിയമോപദേശം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കേസിരിക്കുമ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഈ വിചാരണ കോടതിയിൽ ഹാജരാക്കരുതെന്ന് താൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ റിമാൻഡ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഈ അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. ഏതായാലും സുപ്രീം കോടതിയിൽ ഹർജി പിൻവലിച്ച സാഹചര്യത്തിൽ കെജ്രിവാളിനെ വിചാരണ കോടതിയിൽ ഹാജരാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. റോസ് അവന്യൂ കോടതിയിലെ നടപടികൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയും ചെയ്യും. കാരണം അവിടെ കെജ്രിവാളിന് വേണ്ടി അഭിഷേക് മനു സിംഗ്വിയും ഇഡിക്ക് വേണ്ടി തുഷാർ മേത്തയും ഹാജരാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇരുവരുടെയും വാദപ്രതിവാദങ്ങൾക്ക് ഇനി ഈ PMLA കോടതി, അതായത് ഡൽഹിയിലെ റോസ് അവന്യൂവിലെ PMLA കോടതിയിൽ വാദപ്രതിവാദങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അർജുൻ പീതാംബരൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. അർജുൻ, റോസ് അവന്യൂ കോടതിയിലാണ് ഇനിയുള്ള കാര്യങ്ങൾ. റിമാൻഡാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷ എത്രമാത്രമുണ്ട്? അങ്ങനെ ജാമ്യം കിട്ടുന്നില്ല എങ്കിൽ എന്തായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ അടുത്ത നീക്കം? അതിഷി മെർലേനെയോ ഗോപാൽ റായിയോ മുഖ്യമന്ത്രിയാകുമോ? അതോ മുൻപ് അറിയിച്ചതുപോലെ ഡൽഹിയിൽ അവിടെ ജയിലിൽ ഇരുന്ന് കെജ്രിവാൾ ഭരിക്കുമോ? അഭിലാഷ്, അല്പം മുൻപാണ് അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കോടതിയുടെ പുറകുവശത്തെ പ്രവേശന കവാടം വഴിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ എത്തിച്ചിരുന്നത്. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഇവിടെ അഭിഷേക് മനു സിംഗ്വിയും ഹാജരായിട്ടുണ്ട്. കെജ്രിവാളുമായി നേരിട്ട് സംസാരിക്കണം എന്നുള്ളൊരു ആവശ്യം കൗൺസിൽ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതായത് കേസിൽ വാദം കേൾക്കുന്നതിന് മുന്നോടിയായി നേരിട്ട് CM അരവിന്ദ് കെജ്രിവാളുമായി സംസാരിക്കണം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൗൺസിൽ ഉന്നയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ED ഉന്നയിക്കുന്നത് കസ്റ്റഡി ആവശ്യമാണ്. കുറഞ്ഞത് 10 ദിവസത്തെ കസ്റ്റഡിയെങ്കിലും ED ആവശ്യപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, പ്രത്യേകിച്ചും കെ കവിതയ്ക്ക് ഉൾപ്പെടെ ഒപ്പമിരുത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ്. അതിനുവേണ്ടി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള കാര്യമായിരിക്കും എന്തായാലും ED ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ള കാര്യമാണ് ED വ്യക്തമായിരിക്കുന്നത്. അതായത് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് കെജ്രിവാളാണ്. അദ്ദേഹം പലതവണ സമൻസ്
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിനൊന്നും തന്നെ വഴങ്ങിയില്ല, കേസുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി. അതിനോടൊപ്പം കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന തെളിവ് എന്ന് പറയുന്നത് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മിക്ക് ലഭിച്ചു എന്ന് പറയുന്ന 100 കോടി രൂപ അത് ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വിനിയോഗിച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഗോവയിലെ ആം ആദ്മി പ്രവർത്തകരുടെ, ആം ആദ്മി സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെ മൊഴികൾ ഇഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ രേഖകളടക്കം, അത്തരത്തിലുള്ള തെളിവുകൾ അടക്കം ഇഡി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ആ കേസുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ആ പൂട്ട് കുറച്ചുകൂടി മുറുക്കിക്കൊണ്ട് കസ്റ്റഡിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഉന്നയിക്കാൻ വേണ്ടി, അതായത് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാൻ ഒരു പഴുതും നൽകാത്ത രീതിയിൽ കെജ്രിവാളിനെ പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിലവിൽ ഇഡിയുടെ നീക്കം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം സ്പെഷ്യൽ ജഡ്ജി ഈ കേസിൽ വാദം കേൾക്കും. തുടർന്ന് തീരുമാനിക്കും അരവിന്ദ് കെജ്രിവാളിനെ എത്ര ദിവസത്തെ കസ്റ്റഡിയിൽ വിടണം എന്നുള്ള കാര്യം. അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. കസ്റ്റഡിയിൽ വിട്ട് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ മുന്നിലുള്ളത് ആര് നയിക്കണം ഡൽഹി എന്നുള്ള കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്ത് നിന്ന് ഭരിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെയധികം നിർണായകമായിട്ടുള്ള ചോദ്യമാണ്, വളരെയധികം റിലവൻസ് ഉള്ള ചോദ്യമാണ്. കാരണം അദ്ദേഹത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല, ഇതുവരെ കേസിൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കെ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജയിലിനകത്ത് വെച്ച് അദ്ദേഹത്തിന് ഇത്തരത്തിൽ കേസ് അല്ലെങ്കിൽ ഭരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പകരം ആര് എന്നുള്ള ചർച്ചകൾ കൂടി ആം ആദ്മി പാർട്ടി ഓഫീസിലും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ നിലവിൽ അതിഷി മർലേന ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, നേതാക്കളെ എല്ലാം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. അവരിപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. തീർച്ചയായും എന്തായാലും നാടകീയമായ രംഗങ്ങൾ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന സംഭവ വികാസങ്ങൾ ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ പ്രതിപക്ഷ സഖ്യത്തിന്റെ സുപ്രധാന നേതാവിനെ, ഇന്ത്യ ബ്ലോക്കിന്റെ സുപ്രധാന നേതാവിനെ, രണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുക, ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നീ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൈബു മഠത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ്, ഷാബു പ്രസാദ് വലതുപക്ഷ സഹയാത്രികൻ, എം ജയചന്ദ്രൻ ഇടതുപക്ഷ സഹയാത്രികൻ, വസന്ത് തെങ്പള്ളി കോൺഗ്രസ് നേതാവ് എന്നിവർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്കും അതിന്റെ സാങ്കേതികത്വത്തിലേക്കും പോകുന്നതിന് മുൻപ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന അവസ്ഥയിലാണ്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19-ാം തീയതി നടക്കാൻ പോകുന്നു. ഒരു ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ നേതാക്കളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക എന്നുള്ളത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. ഇന്നലെ കോൺഗ്രസ് പാർട്ടി വാർത്താ സമ്മേളനം നടത്തി അവരുടെ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ആയിരിക്കുന്നു, 2 രൂപ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ പ്രതിപക്ഷത്തുള്ള പാർട്ടികളെ അറസ്റ്റ് ചെയ്തും ഏജൻസികളെ ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തുമൊക്കെ സമ്പൂർണ്ണമായി നിരായുധരാക്കിക്കൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമാണോ? അഭിലാഷേ, ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം തന്നെ നോക്കൂ. 9 പ്രാവശ്യം ഈ മനുഷ്യന് സമൻസ് അയച്ചതാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകുക എന്ന് പറഞ്ഞിട്ട്. ഈ 9 പ്രാവശ്യവും ഈ ഏജൻസിയുടെ, രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയുടെ സമൻസിനെയും ആവശ്യത്തിനെയും പുച്ഛത്തോടെയാണ് ആ മനുഷ്യൻ തള്ളിക്കളഞ്ഞത്. ഇപ്പോൾ ചുണയുണ്ടെങ്കിൽ എന്നെ ഒന്ന് എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ല എന്ന മട്ടിൽ ആ രീതിയിലാണ് ഇദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത്. ഈ 9 പ്രാവശ്യം സമൻസ് അയക്കുന്ന കാലത്ത് ഇവിടെ തെരഞ്ഞെടുപ്പൊന്നും അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തത് കഴിഞ്ഞ ആഴ്ച ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇത്രയും കാലം ഈ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഹാജരായി, അതാണല്ലോ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഹാജരാകുക, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, അവർ ചോദിക്കുന്ന വിവരങ്ങൾ കൈമാറുക. സിമ്പിൾ, അത്രയല്ലേ ഉള്ളൂ. അതിന് തയ്യാറായില്ല എന്ന ചോദ്യത്തിന് കേജ്രിവാളിന് ഉത്തരവുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായി ഒരു ഭരണകക്ഷിയുടെ ഇംഗിതം നടന്നാൽ ഞാൻ അതിന് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാട്. എന്താണ് ഈ കേസിന്റെ ആധാരം തന്നെ? ഈ കേസിലെ ഒരു പ്രതി, അരബിന്ദോ ഫാർമയുടെ ഡയറക്ടർ അറസ്റ്റിലാവുന്നു. ഇന്നിപ്പോ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്
ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആ വിവരങ്ങളുണ്ട്. ശരത് ചന്ദ്ര റെഡ്ഡി എന്ന അരവിന്ദോ ഫാർമയുടെ ഡയറക്ടർ ഈ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലാവുന്നു. തൊട്ടു പിന്നാലെ 5 ദിവസത്തിനകം അദ്ദേഹത്തിന്റെ അരവിന്ദോ ഫാർമ BJPക്ക് 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു. തുടർന്ന് അദ്ദേഹം മാപ്പുസാക്ഷിയാവുന്നു. മാപ്പുസാക്ഷിയായതിന് പിറകെ 25 കോടി വീണ്ടും അരവിന്ദോ ഫാർമ BJPക്ക് സംഭാവന കൊടുക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള മാപ്പുസാക്ഷികളുടെ YSR കോൺഗ്രസ് MP, അയാളുടെ മകൻ, ഇതുപോലെ അരവിന്ദോ ഫാർമയുടെ ഡയറക്ടർ, ഇങ്ങനെയുള്ള മാപ്പുസാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു കേസാണ് ഇത്. നോക്കണം. അപ്പൊ ആത്യന്തികമായി പ്രതിപക്ഷ കക്ഷികൾക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡ് നഷ്ടപ്പെടുത്തി അവരുടെ കാലുകൾ കൂട്ടിക്കെട്ടി ഓടാൻ, നിങ്ങളുടെ കൂടെ ഓടാൻ വിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ 400 സീറ്റ് നേടും എന്ന് പറയാണ്. ഇങ്ങനെ 400 സീറ്റ് നേടിയിട്ട് എന്തിനാണ്? അഭിലാഷേ, രാഷ്ട്രീയ പ്രേരിതമാണോ, കേസിന് മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അരവിന്ദ് കെജ്രിവാളോ നിങ്ങളോ ഞാനോ അല്ല. അതിന് ഈ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്. അവർ തീരുമാനിക്കട്ടെന്നേ. താൻ നിരപരാധിയാണ്, തനിക്കിതിൻ്റെ അകത്ത് യാതൊരു റോളുമില്ല, ഇത് തന്നെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിപ്പൊക്കിയ കേസാണ്, അതിനുവേണ്ടി ചെയ്യുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് സുഖമായിട്ട് കോടതിയിൽ തെളിയിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള അപ്പോൾ ഈ നാട്ടിൽ നിലവിലിരിക്കുന്ന കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചു എന്നുള്ളതാണല്ലോ പോയിന്റ്. ഞാൻ അതിലേക്ക് വരാം. ശരി, ശ്രീ ഷൈബു മഠത്തിൽ 9 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. 9 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിട്ടും ഹാജരായില്ല അരവിന്ദ് കെജ്രിവാൾ, സഹകരിക്കുന്നില്ല അരവിന്ദ് കെജ്രിവാൾ. പിന്നെ ED എന്തു വേണം എന്നുള്ളതാണ് BJPയുടെ ചോദ്യം. അഭിലാഷേ, യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു കേസ് തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റ് വിഷയങ്ങളിൽ, ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുണ്ടാക്കിയൊരു കേസ്, പ്രതിപക്ഷ പാർട്ടികളോട് നേർക്കുനേരെ പോരാടാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് നടത്തിയ ഒരു അറസ്റ്റ്. അതിൽ 9 അല്ല 100 സമൻസ് അയച്ചാലും അതിന് യാതൊരു പ്രസക്തിയില്ല. ആ സമൻസുകൾ നിയമവിരുദ്ധമായിരുന്നു എന്ന് പറഞ്ഞാണ് ആം ആദ്മി പാർട്ടി കോടതിയിൽ പോയത്. ആ കേസിൽ കോടതി തീരുമാനമെടുത്തിട്ടില്ല. ആ തീരുമാനം കോടതി ഹിയറിംഗ് മാറ്റിവെച്ച സമയത്തായിരുന്നു ഈ അറസ്റ്റ് ഉണ്ടായത്. നോക്കി, ഇവിടെ സംഭവിക്കുന്നത് എന്താ? BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിക്ക് നരേന്ദ്രമോദി എന്ന നേതാവിന്, അജയ്യൻ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ധൈര്യം കാണിക്കുന്ന നേതാവിന്, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ ഒരുമിച്ച് നിന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഓരോരോ അടവുകളായിട്ട് എടുത്തിടുക. അതിൽ എല്ലാ പാർട്ടികളെയും, അതായത് എനിക്ക് തോന്നുന്നു BJP നേരത്തെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് രഹിത ഭാരതമാണ് അവരുടെ ലക്ഷ്യമെന്ന, അതുതന്നെ ഒരു ഏകാധിപത്യ മുദ്രാവാക്യമാണ്. ഇപ്പോൾ BJPയുടെ ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷമില്ലാത്തൊരു ഭാരതമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഒരു പ്രതിപക്ഷ പാർട്ടികളും എതിരെ മത്സരിക്കാനില്ലാത്തൊരു ഒരു ഗോതയിൽ മാത്രമേ അവർക്ക് ജയിക്കാൻ സാധിക്കൂ. അവർക്ക് പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ ഒന്നും മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തില്ല. പക്ഷേ കെജ്രിവാളിലേക്ക് എത്താനുള്ള കാരണം എന്താ? ഹിന്ദി ബെൽറ്റിൽ BJPക്ക് ഏറ്റവും നിർണായകമാകുന്ന ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് ആം ആദ്മി പാർട്ടിക്കാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് നരേന്ദ്രമോദി ആരെയാണ് ഭയപ്പെടുന്നത്? BJP ആരെയാണ് ഭയപ്പെടുന്നത്? അത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. അതുകൊണ്ടാണ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുന്നത്. നിങ്ങളൊരു ജയിലിലിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആപ്പിന്റെ ആരോപണം. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഷൈബു മഠത്തിൽ, ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹിയിൽ സഖ്യമാണ്. 4-3 സീറ്റുകളിൽ മത്സരിക്കുന്നു. പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് പ്രൊജക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പാർട്ടി ഈ നിമിഷം ആം ആദ്മി പാർട്ടിയാണ്. ആ ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു. അത് നോക്കൂ, അഭൂതപൂർവമാണ്. 2 മുഖ്യമന്ത്രിമാരാണ്. മുൻപ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലാവുന്നത് കണ്ടു. അദ്ദേഹം അറസ്റ്റിന് മുമ്പ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി ജയിലിലേക്ക് പോകുന്നു. ഇത് ജനാധിപത്യത്തെ സംബന്ധിച്ച് അസാധാരണമായി തോന്നുന്നുണ്ടോ? 1977 തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ തൊട്ട് മുമ്പ് അടിയന്തരാവസ്ഥക്കാലത്ത് ഇതുപോലെ ജയിലിലിട്ടിരുന്ന നേതാക്കളെയൊക്കെ പുറത്തിറക്കി വിട്ട് ജയിൽ മോചിതരാക്കിയതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് നടത്തിയത്. ആ കാലഘട്ടത്തെക്കാൾ മോശമായോ ഈ കാലഘട്ടം? ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അതിദയനീയമായ ഒരു നിസ്സഹായതയാണ് കേന്ദ്രം ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്നത് സുപ്രീം കോടതി സമീപകാലത്ത് എടുത്ത പല വിധികളുടെയും ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ സമീപിച്ചാൽ മാത്രമേ
പിന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഡൽഹി മാത്രമല്ല, ഹരിയാന, പിന്നെ പഞ്ചാബ്, ഗുജറാത്ത്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറുന്ന നേതാവാണ് ഇപ്പോഴത്തെ അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവ്. അത് വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുണ്ട് BJPയെ. ഇതൊന്നും ചെറുതായി കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഐഡിയോളജിക്കൽ ഡിസന്റഗ്രേഷൻ ആ പാർട്ടിക്ക് ഏത് നിലയിലാണ് ഉണ്ടായിട്ടുള്ളത് കുറെ കൂടെ അപഗ്രഥിക്കേണ്ട വിഷയമാണെങ്കിലും അതുതന്നെയാണ് കാതലായ വിഷയം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഡൽഹി നിവാസികളോട് ചോദിച്ചാൽ മതി, അവർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് കെജ്രിവാൾ, അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി. ഇപ്പോ ഈ നിയമസഭയിലേക്ക് ആപ്പ് ജയിക്കണം, പാർലമെന്റിലേക്ക് BJP ജയിക്കണം എന്ന ഒരു പരമ്പരാഗത മനോഭാവം 2012 ശേഷം ഡൽഹി നിവാസികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് ഈ അറസ്റ്റോടുകൂടി അത് മാറി സ്റ്റേറ്റിലും ലോക്സഭയിലും കെജ്രിവാൾ എന്നുള്ള നിലയിലേക്ക് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഡൽഹി മാറിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ അവിടുത്തെ പൾസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് അവിടെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അതിന്റെ കൂടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. BJPക്ക് കണ്ടമാനം ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പവും വലിയ അടിത്തട്ടിലും ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇത് BJPയുടെ വാട്ടർലൂ ആകും എന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇതിപ്പോ റഷ്യൻ മോഡൽ ജനാധിപത്യത്തിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന സംശയം പൗരന്മാരിൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. പ്രതിപക്ഷ ബ്ലോക്കിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നു. മറ്റൊരു മുഖ്യമന്ത്രി മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായി. കോൺഗ്രസ് പാർട്ടിക്ക് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ, നേതാക്കൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലാത്ത വിധത്തിൽ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെടുന്നു. നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുകയുമാണ്. ശ്രീ അഭിലാഷ്, നിശബ്ദമായ ഒരു അടിയന്തരാവസ്ഥയിലൂടെയാണ് രാജ്യം മുമ്പോട്ട് പോകുന്നത്. പ്രതിപക്ഷ ശബ്ദങ്ങളെ മുഴുവൻ ഏത് വിധേനയും അടിച്ചൊതുക്കാൻ, ഒന്നെങ്കിൽ അവരെ സെറ്റിൽ ചെയ്യാൻ ഭീഷണിപ്പെടുത്തി സെറ്റിൽ ചെയ്ത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെളുപ്പിച്ചു തരാം, ഇല്ലെങ്കിൽ ജയിലിലേക്ക് പൊക്കോളൂ എന്ന് കൃത്യമായ ഒരു ഡെവലപ്മെന്റ്, കൃത്യമായ ഒരു വാർണിംഗ് കേന്ദ്ര സർക്കാർ കൊടുക്കുകയാണ്. നോക്കൂ, PMLA ആക്ട് എന്താണ്? PMLA ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. ഇന്നത് PMLA ആക്ട് ആയിരിക്കുന്നു. PM-നെ ലോണ്ടർ ചെയ്യാൻ, PM-നെ വെളുപ്പിക്കാനുള്ള ആക്ടായി മാറ്റിയിരിക്കുകയാണ്. PM-നെതിരായ ഒരു ആരോപണം വന്നാൽ അതിനെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം, അതിനുവേണ്ടി ആ ആക്ടിനെ ദുരുപയോഗം ചെയ്യുകയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുണ്ട്. 2 വർഷത്തിനിടയിൽ 121 കേസുകളാണ് ED എടുത്തിരിക്കുന്നത്. അതിൽ 115 കേസുകളും കോൺഗ്രസ് അടക്കം, ആം ആദ്മി പാർട്ടി അടക്കം, കമ്മ്യൂണിസ്റ്റുകൾ അടക്കം, ഇടതു പാർട്ടികൾ അടക്കമുള്ള പാർട്ടികൾക്കെതിരെയാണ്. ബാക്കി 6 കേസുകളിൽ ഒരിടം ദുഷ്യന്ത് സിംഗിനെതിരാണ്. ആരാണ് ദുഷ്യന്ത് സിംഗ് എന്ന ശ്രീ അഭിലാഷിന് അറിയാമല്ലോ? വസുന്ധര സിന്ധ്യയുടെ മകൻ. നമ്മുടെ രാജസ്ഥാനിൽ BJPക്കെതിരായി പാളയത്തിൽ പട തുടങ്ങിയ സമയത്ത് വസുന്ധരയ്ക്കെതിരെ, വസുന്ധരയുടെ മകനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി, വസുന്ധരയെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി വസുന്ധരയുടെ മകനെതിരെ കേസെടുക്കുന്നു. ബാക്കി 6 കേസുകളാണ്. ഒന്ന് ഹേമന്ത് വിശ്വാസ് ശർമ്മയ്ക്കെതിരെയായിരുന്നു. ഹേമന്ത് വിശ്വാസ് ശർമ്മയ്ക്കെതിരെ ശാരദാ ചിട്ടി കേസുമായി ബന്ധപ്പെട്ട് വലിയ കേസെടുക്കുന്നു. അത് വലിയ ചർച്ചയാവുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ചിട്ടി തട്ടിപ്പ്, രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്നുള്ള രീതിയിൽ BJP തന്നെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കുന്നു. ശർമ്മ ആരുടെ കൂടെ കൂടുന്നു? BJPയുടെ കൂടെ കൂടുന്നു. പൂർണ്ണാർത്ഥത്തിൽ ആ കേസ് വാനിഷ്ഡ് ഔട്ട് ആവുന്നു. ആ കേസ് പൂർണ്ണമായി വെളുപ്പിക്കപ്പെടുന്നു. ഹേമന്ത് വിശ്വാസ് ശർമ്മ അഴിമതി വിരുദ്ധ പോരാളിയായി മാറുന്നു. NCPയിൽ അജിത് പവാറിന്റെ NCPയുമായി ബന്ധപ്പെട്ട് നിന്ന കാലത്ത്, പ്രതിപക്ഷ ഐക്യനിരയിൽ നിന്ന കാലത്ത് അന്നത്തെ മഹാരാഷ്ട്രയിലെ BJP നേതൃത്വം NCPയെ വിളിച്ചിരുന്നത്, നോക്കൂ, നാച്ചുറലി കറപ്റ്റഡ് പാർട്ടി എന്നാണ്. NCP എന്നാൽ നാച്ചുറലി കറപ്റ്റഡ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ക്യാപ്റ്റൻ അജിത് പവാർ ആണ് എന്നാണ്. അജിത് പവാർ പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് മാറുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ കേസുകളും ഔട്ട് ആവുന്നു. അതായത് EDയെ BJPയുടെ ഒരു ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായി കൃത്യമായി ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നു. അതിനെ ചോദ്യം ചെയ്യുന്നവരെ മുഴുവൻ ഒന്നെങ്കിൽ കേസെടുത്ത് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കൂടെ നിർത്തുന്നു. അത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമല്ല, BJPക്കുള്ളിൽ നിന്നുണ്ടാവുന്ന പ്രതിപക്ഷ ശബ്ദങ്ങൾ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അച്യുതണ്ടിനെതിരായി ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്താൻ വേണ്ടി പോലും അവർ ED ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവാണ് വസുന്ധരയുടെ മകനെതിരായിട്ടുള്ള കേസ്. എന്തായാലും ED എന്നുള്ളത് ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നു. പ്രധാനമന്ത്രി ഭീരുവാണ് എന്ന് രാഹുൽ ഗാന്ധി അടക്കം ആരോപിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് നമുക്ക് ഒരു വാചകത്തിൽ പറയാം. ഒരു ഇടവേളയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് ED ഇപ്പോൾ റോസ് അവന്യൂ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതി നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ വരുന്നതിന് മുറയ്ക്ക് അതിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? രാജ്യം മുഴുവൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണല്ലോ.
400 സീറ്റാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. 400 സീറ്റ് അവകാശപ്പെടുന്ന പാർട്ടി, ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും ഒപ്പമുള്ള പാർട്ടി, പണം, രാഷ്ട്രീയ സംവിധാനങ്ങൾ, വലിയ കേഡർ സപ്പോർട്ട്, മീഡിയ, സകലതും കയ്യിലുള്ള ഒരു പാർട്ടി ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ 11ാം മണിക്കൂറിൽ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവിനെ പിടിച്ച് അകത്തിടുക, പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾക്ക് തോന്നുക നിങ്ങൾ ഡെസ്പറേറ്റ് ആണ് എന്നുള്ളതാണ്. ഈ 400 എന്നുള്ളത് വെറും തള്ളാണ്, ഗ്രൗണ്ടിൽ 200 പോലും കിട്ടാനില്ലാത്ത സാഹചര്യമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഡെസ്പറേഷൻ കാണിക്കുന്നതെന്ന് ജനങ്ങൾ സ്വാഭാവികമായും വിചാരിക്കില്ലേ? അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ നേതാക്കൾക്ക് ഈ ഏകാധിപതി ഒരു ഭീരുവാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. അല്ല, പ്രതിപക്ഷത്തെ നേതാക്കളത് അവർക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ അഭിലാഷേ. അതുപോലെ മോദിയെ എതിർക്കുന്നവർക്കും മോദിയുടെ ആ ഒരു എതിർസ്ഥാനത്ത് നിൽക്കുന്നവർക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ജനങ്ങൾക്കുണ്ടാവുന്ന ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇത് എത്ര വലിയ കൊമ്പനായാലും ഇനി മുഖ്യമന്ത്രിയായാലും ആരുടെ ഹൂഎവർ ഇറ്റ് മേ ബി, അഴിമതി നടത്തി കഴിഞ്ഞാൽ അവൻ അകത്തായിരിക്കും എന്ന വളരെ വ്യക്തമായ പോസിറ്റീവ് സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അഴിമതി വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്തതാണ്. ബോർഡിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ലീഗലൈസ്ഡ് കറപ്ഷൻ ആണെന്ന് വ്യക്തമാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സാബു ജേക്കബ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, പുള്ളി BRS-ന് 25 കോടി കൊടുത്തത് പേടിച്ചിട്ടാണ് എന്ന്. അതുപോലെയാണ് മുഴുവൻ കാര്യങ്ങളും. BJP 6000 ചില്ലറ കിട്ടിയല്ലോ. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു 19-ാം തീയതി, ഏപ്രിൽ 19-ന് തുടങ്ങി ജൂൺ 1-ന് ഇലക്ഷൻ അവസാനിക്കുമല്ലോ. ആ ഇലക്ഷൻ കാലയളവ് വരെ വെയിറ്റ് ചെയ്യാതെ ഇലക്ഷന്റെ മധ്യത്തിൽ നേതാക്കളെ പിടിച്ച് അകത്തിടുന്നതാണ് ഈ പ്രശ്നത്തിന്റെ കാതലായ പ്രശ്നമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ജനാധിപത്യത്തിൽ അങ്ങനെ നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് പേടിച്ചരണ്ടിട്ടായിരിക്കും പ്രതിപക്ഷത്തെയൊക്കെ പിടിച്ച് അകത്തിട്ടിട്ട് ജയിക്കാം എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതെന്ന് ജനങ്ങൾ കരുതും. അല്ല, അങ്ങനെയാണെങ്കിൽ അതല്ലേ BJP ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കില്ലേ അത്? അതായത് BJP ആകപ്പാടെ നിങ്ങളിപ്പോൾ പറയുന്ന മാതിരി പേടിച്ച് വരണ്ട, ആകപ്പാടെ എങ്ങനെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിൽ പ്രതിപക്ഷത്തിനെ മുഴുവനും അടിച്ചൊതുക്കി എങ്ങനെ പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ ചെയ്ത മാതിരി ചെയ്യുകയാണ് എങ്കിൽ അത് BJP കാണിക്കുന്ന അതാണ് അവസ്ഥയെങ്കിൽ, നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെയാണ് അവസ്ഥയെങ്കിൽ അത് BJP കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? അങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഈ സർക്കാർ ഇറങ്ങിത്തിരിക്കുമോ? അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ആവാലോ കേജ്രിവാൾ. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ കാണാം, അഭിമാനിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ കേസിൻ്റെ നാൾവഴികൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം ഇവിടെ ഇരുന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വസന്ത് തെങ്ങമ്പള്ളിയൊക്കെ പറഞ്ഞു, ഈ കേസ് ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ച് ഈ കേജ്രിവാളിനെതിരെ കൊടുവാളിളക്കി നടന്നിരുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. അവരാണ് പറഞ്ഞത് ഇതിനെ വേണ്ട അന്വേഷണം നടത്തണമെന്ന്. EDയുടെ മുമ്പിൽ ഇയാൾ സമൻസിൽ ഇത്രയും സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്നതിനെ ഏറ്റവും അധികം വിമർശിച്ച ഒരു പാർട്ടി ഈ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അവിടുത്തെ ഒരു മറ്റേ ഡൽഹിയിലെ ഇവരുടെ ഒരു പ്രധാന എതിരാളിയായിരുന്നല്ലോ ആം ആദ്മി പാർട്ടി. അതേപോലെ CPM-ഉം മറ്റ് ഇവരൊക്കെ ഏറ്റവും അധികം ആരോപിച്ചിരുന്നത് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ B ടീമാണിത് എന്നായിരുന്നു ഇവരുടെ അടുത്ത കാലം വരെയുള്ള ഈ ഗോവ ഇലക്ഷന്റെ സമയത്ത്, ഗുജറാത്ത് ഇവരുടെ ഏറ്റവും വലിയ ആരോപണം തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറത്ത് ഞാൻ ആവർത്തിച്ചു പറയുന്നു, തിരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിൽ പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, അതും ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ അഭൂതപൂർവമായ മൊമെന്റ് ആണ്. അതുകൊണ്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുന്നതിനെ അവർ മുമ്പ് പറഞ്ഞ അഭിപ്രായങ്ങളെ റദ്ദ് ചെയ്യുന്നത് പോലെയൊന്നും ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല. എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വാർത്തയിലേക്കാണ് വീണ്ടും. ഈ ഘട്ടത്തിൽ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ വൈഷ്ണവി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷൈബു മഠത്തിൽ, ഇതിപ്പോൾ പുതുതായി വന്ന ഒരു കേസേ അല്ല. എത്രയോ മാസങ്ങളായി മനീഷ് സിസോദിയ ഈ കേസിലാണ് ജയിലിൽ കിടക്കുന്നത്, സഞ്ജയ് സിംഗ് ഈ കേസിലാണ് ജയിലിൽ കിടക്കുന്നത്, വിനീത് നായർ ജയിലിൽ കിടക്കുന്നത് ഈ കേസിലാണ്. മദ്യനയം ആം ആദ്മി പാർട്ടി സർക്കാർ തന്നെ പാളിപ്പോയി എന്ന് മനസ്സിലാക്കി പിൻവലിച്ചതുമാണ്. ഇപ്പോൾ മദ്യ മുതലാളിമാർക്ക് വേണ്ടി ഡൽഹിയിൽ അവർക്ക് മികച്ച നിലയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അവർ കോടികൾ ഒഴുക്കി, അതിന് ചില ഇടനിലക്കാരുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വസ്തുതകളാണ് എന്നിരിക്കെ ഇവിടെ ഒരു തരത്തിലും ഒരു അഴിമതി ഉണ്ടായിട്ടില്ല എന്ന നിലയിൽ ഡിഫെൻഡ് ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്കും കഴിയില്ലല്ലോ ഈ വിഷയത്തെ. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലൂടെ രൂപം കൊണ്ട പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളത് മറ്റൊരു വൈരുദ്ധ്യം. അഭിലാഷേ, ഇതിലെ ഒരു ഫാക്ട്സും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ഇത് പൂർണ്ണമായും കെട്ടിച്ചമച്ചുണ്ടാക്കി കൃത്രിമമായി ഉണ്ടാക്കിയൊരു കേസാണ്.
ഞാൻ അതിൽ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, താങ്കൾ സൂചിപ്പിച്ചു മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്നു, സഞ്ജയ് സിംഗ്, ഇവർ രണ്ടുപേരും ഈ കേസിലാണ്. സത്യേന്ദ്ര സിംഗ് ജയിൻ്റെ കേസ് വേറെയാണ്. എന്താണ് ഇവിടെ BJPയുടെ ഒരു പ്ലാൻ എന്താ? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും ED ആണ്. അതായത് മാസങ്ങൾക്ക് മുമ്പ് താങ്കൾക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് കെജ്രിവാളിനെ CBI സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചതാണ്. അതിനുശേഷം CBI ഏത് വകുപ്പിലാണ് കേസ് അന്വേഷിക്കുന്നത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ്. അതായത് അഴിമതി നിരോധന നിയമം അനുസരിച്ചാണ് CBI അന്വേഷിക്കുന്നത്. EDയുടെ അന്വേഷണം പിന്നെ PMLA ആക്ടാണ്, അതായത് കള്ളപ്പണ നിരോധന നിയമമാണ്. ഈ കാര്യത്തിൽ ആരോപിക്കപ്പെടുന്നത് എന്താ? ആരോപിക്കപ്പെടുന്നത് അഴിമതി നടന്നു, പണം കിട്ടി, കിക്ക് ബാക്ക് വാങ്ങിച്ചു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അതാണ് ആരോപണമെങ്കിൽ അന്വേഷണം തുടരേണ്ടത് ഏത് വകുപ്പിലാണ്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചല്ലേ? CBI അല്ലേ അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് പിന്നീട് CBI ഒരു സമൻസ് പോലും അയച്ചില്ല? എന്തുകൊണ്ട് CBI അറസ്റ്റ് ചെയ്തില്ല? തെളിവുണ്ടായിരുന്നെങ്കിൽ CBIക്ക് കോടതിയിൽ പോയി വാറണ്ട് വാങ്ങിച്ച് അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. പിന്നെ ഈ കേസ് ED ആണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിൽ നിന്ന് തന്നെ ക്ലിയറാണ്, PMLA ആക്ട് അനുസരിച്ച് കിട്ടുന്ന ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്, സവിശേഷ അധികാരങ്ങൾ EDക്കുണ്ട്. ആ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്താണ് ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു എവിഡൻസും പിന്നെ EDയുടെ കൈവശമില്ല. ഇപ്പോഴത്തെ അറസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം K കവിതയെ അറസ്റ്റ് ചെയ്ത് അവരുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്നായിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അതിൻ്റെ വസ്തുതകൾ കോടതിയിൽ വരികയുള്ളൂ, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇനി മറ്റേ രണ്ട് മന്ത്രിമാരുടെ മനീഷ് സിസോദിയുടെയും പിന്നെ സഞ്ജയ് സിംഗിൻ്റെയും കാര്യത്തിൽ എന്താ സംഭവിച്ചത്? എന്താണ് BJPയുടെ പ്ലാൻ? ഇവരാരും കോടതിയിൽ വിചാരണ നടത്തി ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരല്ല, മറിച്ച് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി അറസ്റ്റ് ചെയ്യും. കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അഭിലാഷ്, ഒരു 8 മിനിറ്റ്. കസ്റ്റോഡിയൽ ഇന്റർഗേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും അവരെ ഇന്റർഗേഷന് ശേഷം ജാമ്യം കൊടുക്കാതെ ജയിലിലിടുകയുമാണ്. വിചാരണ തടവുകാരാണ് അവർ ജയിലിൽ കിടക്കുന്നത്. വിചാരണ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മനീഷ് സിസോദിയുടെ കേസിൽ പിന്നെ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത്, സുപ്രീം കോടതിയുടെ ഓർഡറിലുണ്ട് 5 മാസം കൊണ്ട് ഇതിന്റെ വിചാരണ പൂർത്തിയാക്കണം. ആ 5 മാസം ഇപ്പൊ കഴിയാറായി. എന്താണ് BJPയുടെ പദ്ധതി? എന്താ BJPയുടെ പദ്ധതി? ഇവരെ വിചാരണ നടത്തിയാൽ ഈ കേസ് കോടതിയിൽ നിൽക്കില്ല. അത് സുപ്രീം കോടതിയിൽ ഒരു നിരീക്ഷണമായി തന്നെ വന്നിരുന്നു. അപ്പോൾ കോടതിയിൽ വിചാരണ കോടതിയിൽ നിലനിൽക്കാത്ത ഒരു കേസിൽ ഇവരെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ജയിലിലിട്ട് ഇവർ അഴിമതിക്കാരാണെന്ന് തോന്നലുണ്ടാക്കുക. ഞങ്ങൾ ആവശ്യപ്പെടുന്ന വിചാരണ നടത്തിയാൽ വിചാരണ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കിയാൽ 1 മാസത്തിനുള്ളിൽ ഇവരൊക്കെ അക്വിറ്റഡ് ആവും. ഇതേ തന്ത്രമാണ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കേസിൽ കെജ്രിവാളിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPക്ക് ഭയമുണ്ട്. ഡൽഹിയിൽ, ഗുജറാത്തിൽ, ഹരിയാനയിൽ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ, പഞ്ചാബിൽ പിന്നെ നേർക്കുനേരെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPക്ക് ഭയമുണ്ട്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട BJP ഞങ്ങളുടെ നേതാക്കളെ ജയിലിലിട്ട് തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന് വ്യാമോഹിക്കുകയാണ്. ശരി, അതാണ് ആരോപണം. ശ്രീ M. ജയചന്ദ്രൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ചില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണോ? പ്രതിപക്ഷ കക്ഷികളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണോ? ED കേസ് സ്വന്തം പേരിലുള്ളത് അരവിന്ദ് കെജ്രിവാളിന് മാത്രമല്ല, പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇതുപോലെ നിരന്തരമായി ED സമൻസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതുവരെ അത് അനുസരിച്ച് ഹാജരായിട്ടില്ല തോമസ് ഐസക്. കെജ്രിവാൾ എടുത്തിട്ടുള്ള അതേ നിലപാടാണ് എടുക്കുന്നത്. കരുവന്നൂർ വിഷയം ED പരിശോധിക്കുന്ന വിഷയമാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കളുടെയും ഉറക്കം കെടുത്തുക എന്നൊരു ലക്ഷ്യം ഇതിന് പുറകിൽ ഉണ്ടാകാമോ? അഭിലാഷ്, താങ്കളുടെ ചോദ്യത്തിന് അല്ല ഞാൻ അടിവരയിട്ട് പറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്ഭുതകരമായ നിസ്സഹായതയാണ് കേന്ദ്ര ഭരണകൂടം പ്രദർശിപ്പിക്കുന്നത് പല കാര്യങ്ങളിലും. അതിന്റെ പ്രധാനപ്പെട്ട ഒറ്റ കാരണമേ ഉള്ളൂ, സുപ്രീം കോടതിയാണ് കാരണം. അവർക്ക് ബാക്കി എല്ലാത്തിനും പരിധിയിലാക്കാൻ കഴിയുന്നുണ്ട്, സുപ്രീം കോടതിയെ കഴിയുന്നില്ല. അപ്പൊ അവിടുന്ന് വന്നിട്ടുള്ള സംഗതി, ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്താണെന്നറിയാമോ? ഡൽഹി എയ്റ്റ്സിന്റെ ഇടയിലുള്ളത് കൊടിയ അഴിമതിക്കാരാണ് BJP എന്ന് ഡൽഹി നിവാസികൾ പിന്നെ ഒന്നടങ്കം അസന്നിഗ്ധമായി വിധി എഴുതിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഈ ഇലക്ട്രൽ ബോണ്ട് വിധിയോടുകൂടി എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടി. 7 പാർലമെന്റ് അംഗങ്ങളും BJPയുടെ ആണല്ലോ ഡൽഹിയിലെ. നോക്കൂ, വരാൻ പോകുന്ന ഇലക്ഷനിൽ ഒരൊറ്റ സീറ്റ് BJP കിട്ടാതാക്കും ഈ പിന്നെ കെജ്രിവാളിന്റെ അറസ്റ്റ്. അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അതാണ് ആ സാഹചര്യം. ഞാനാണ് ആദ്യമേ പറഞ്ഞത്, ഈ ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസിന്റഗ്രേഷൻ ആ പാർട്ടിക്കകത്ത് സംഭവിക്കുന്നതിന്റെ ഇപ്പോഴത്തെ കാരണം പ്രതിപക്ഷ കക്ഷികളല്ല. പക്ഷേ കെജ്രിവാളിന്റെ അറസ്റ്റ് കൊണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഇല്ലാതാവുമോ എന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ഡൽഹി മദ്യ നയ അഴിമതി കേസിലെ പ്രതികൾ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരികയാണ്. ഇന്ന് വന്ന വാർത്ത നോക്കൂ. P. Sharath Chandra Reddy has donated Rs 5 crore to the Bharatiya Janata Party in 2022, just 5 days after Reddy was taken in custody. Another Rs 25
crore was donated to the BJP after Reddy turned approver in the Delhi excise policy case. ഈ ഡൽഹി എക്സൈസ് പോളിസി കേസിലെ മാപ്പുസാക്ഷിയായിട്ടുള്ള പി ശരത് ചന്ദ്ര റെഡ്ഡി, അദ്ദേഹത്തിന്റെ അരവിന്ദോ ഭാർമ അറസ്റ്റിന് 5 ദിവസം കഴിഞ്ഞും പിന്നെ അദ്ദേഹം അപ്രൂവർ ആയതിനു ശേഷവും BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോ അല്ല, അത് എന്താണെന്നറിയാമോ, അങ്ങനെയല്ല അതിനെ കാണേണ്ടതാണ്. ആ ഒരു എന്റെ വിയോജിപ്പ് വേറെ തലത്തിലാണ്. ഇപ്പൊ ദത്താത്രേയ ഹൊസബിലെ എന്ന് പറഞ്ഞ പിന്നെ സർക്കാര്യവാഹം ഉണ്ടല്ലോ, അടുത്ത സെക്കൻഡ് ഇൻ കമാൻഡ് RSSന്റെ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി നിർത്തലാക്കിയെങ്കിൽ സമാനമായി മറ്റു പലതും ഇനി വരാതിരിക്കുന്നു അതുപോലെയുള്ളത്. അതിന്റെ വേറൊരു വെർഷനാണ്. ആ തരത്തിലല്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാബു പ്രസാദ് പറഞ്ഞത്, പിന്നെ എത്ര വലിയവനാണെങ്കിലും ശരി അഴിമതി നടത്തിയാൽ പിടിവീഴുന്ന തെളിവാണിത് എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് അവർക്ക് ആകെ അടിതെറ്റിയിരിക്കുകയാണ്. ഈ അടിതെറ്റിയ വിഷയത്തിൽ ഇനി ഇതുപോലെ പലതും വരും. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. ഇത് മാത്രമല്ല, ഇപ്പൊ കേരളം ചർച്ച ചെയ്യാത്ത, അല്ലെ ഇന്ത്യ ചർച്ച ചെയ്യാത്ത മറ്റൊരു വിഷയമുണ്ട് സമാനമായ. എന്താണെന്ന് അറിയുമോ? 2013 ഒക്ടോബർ 31 അന്നത്തെ യൂണിയൻ ഗവൺമെന്റ്, മൻമോഹൻ സിംഗ് ആയിരുന്നല്ലോ പ്രധാനമന്ത്രി, അന്ന് അദ്ദേഹം ഇറക്കിയ ഒരു സാധനമുണ്ട്, ഇലക്ട്രൽ ട്രസ്റ്റുകൾ എന്ന് പറഞ്ഞ സാധനം. അത് രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ കീഴിലാണ്. എത്ര കോടിയാണ് പിടിച്ചെടുത്തിരിക്കുന്നതെന്ന് അന്ന് അന്വേഷിച്ച് നോക്കൂ. അതിന്റെ എന്തെങ്കിലും കുറെ ഡാറ്റാസ് ഉണ്ട്. അത് ഞാനിപ്പോ അടുത്ത ദിവസം തന്നെ എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫസബിലെ പറയുന്നത് മറ്റു പലതും വരാനിരിക്കുന്നതാണ്. ഇലക്ട്രൽ ട്രസ്റ്റുകൾ ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല. അഭിലാഷം ഇപ്പോഴും പണം പിരിച്ചുകൊണ്ടിരിക്കും. 2023 വരെ പണം പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിര ഓൺഗോയിങ് ആണ് ഇലക്ട്രൽ ട്രസ്റ്റുകൾ. എത്രമാത്രം സുതാര്യമാണ് പല കാര്യങ്ങളും നമ്മുടെ ജനാധിപത്യത്തിൽ എന്നുള്ളത് സംശയാസ്പദമാണ്. ഇവിടെ 100 കോടി രൂപ വിവിധ ലിക്വർ കമ്പനികളുടെ പണം ഡൽഹിയിൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തു. അത് ഗോവ തെരഞ്ഞെടുപ്പിന് ആം ആദ്മി പാർട്ടി ഇറക്കി എന്നുള്ളതാണ് EDയുടെ കേസ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ വസന്ത് തെങ്ങുമ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി കുറ്റക്കാരാണെന്നുള്ള നിലപാടെടുത്തിരുന്നവരാണ്. നിങ്ങൾ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് അവിടുത്തെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, അജയ് മാക്കൻ അടക്കമുള്ള നേതാക്കൾ വളരെ ശക്തമായി ഇക്കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ലിക്കർ മാഫിയയുമായി നെക്സസ് ഉണ്ട്, അവിടെ കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആരോപിച്ചതാണ്. അല്ല, നോക്കൂ, ഈ 14ാമത്തെ മണിക്കൂറിലെ അറസ്റ്റ് വളരെ കൃത്യമായി നിശബ്ദ അടിയന്തരാവസ്ഥയാണ് എന്നുള്ളതാണ് AICCയുടെ നിലപാട്. അന്വേഷണം നടക്കണം. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർ വെളിച്ചത്തേക്ക് വരട്ടെ. പക്ഷേ ഇവിടെ PMLA ആക്ടിന്റെ ഒരു ദുരുപയോഗം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അജിത് പവാർ അടക്കം എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്നത്? BJPയിലേക്ക് പോകുന്നവർ, ഈ അന്വേഷണം നേരിടുന്നവർ ആരൊക്കെ BJPയുടെ കൂടെ കൂടുന്നു അവരെല്ലാം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അവരെല്ലാം വിശുദ്ധ പശുക്കളായി മാറുന്നു. ബാക്കിയുള്ളവരെ മുഴുവൻ എങ്ങനെയെങ്കിലും എന്താണ് പറയുന്നത്, വിരട്ടിയോ കൂടെ നിർത്താനോ ശ്രമിക്കണം. നേരത്തെ ഷാവു പ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ മുഴുവൻ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ കൂടിയില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേഘാലയയിൽ നിങ്ങളുടെ നേതാവ് അമിത്ഷാ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ സാഗ്മയ്ക്ക് വോട്ട് ചെയ്താൽ, ഇപ്പൊ അവിടുത്തെ മേഘാലയ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ സാഗ്മയ്ക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് തീഹാർ ജയിലിൽ വന്ന് മുഖ്യമന്ത്രിയെ കാണേണ്ടി വരും. ഇലക്ഷൻ കഴിഞ്ഞു 3ാമത്തെ ദിവസം അവിടെ സാഗ്മയുടെ പാർട്ടിയുമായി കൂടി സർക്കാർ ഉണ്ടാക്കിയവരാണ് അമിത്ഷായും ഈ പാർട്ടിക്കാരും. അവരാണ് ഞങ്ങളെ വിമർശിക്കുന്നത്. നോക്കൂ, എവിടെയാണ് പ്രശ്നം? പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാവുന്നോടം വരെ ഉള്ളൂ. ഇലക്ട്രൽ ബോണ്ട് അടക്കം 12,000 കോടി രൂപയുടെ അഴിമതി മുമ്പോട്ട് വരുന്നു. ഈ പറയുന്ന 100 കോടി രൂപയിൽ താഴെ മാത്രം വിറ്റുവരവുള്ള കമ്പനി 1800 കോടി രൂപ ആർക്ക് കൊടുക്കുന്നു? BJPക്ക് കൊടുക്കുന്നു. മേഘ ഇൻഫ്രാസ്ട്രക്ചർ, ടണലടക്കം ഉള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ആർക്ക് ഫണ്ട് കൊടുക്കുന്നു? BJPക്ക് ഫണ്ട് കൊടുക്കുന്നു. നമ്മുടെ വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ അവരെല്ലാം BJPക്ക് ഫണ്ട് കൊടുക്കുന്നു. വളരെ കൃത്യമായി ED കയറി നിരങ്ങി ഇറങ്ങിയതിനു ശേഷം ആ അന്വേഷണം പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി EDക്ക് പകരമായി ഇലക്ട്രൽ ബോണ്ട് മേടിക്കണം. EDക്ക് പകരം EB മേടിച്ചാൽ ബോണ്ട് എന്നുള്ളത് ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ വലിയ സംശയാസ്പദമായ ഒരു സംഗതിയായി മാറുകയാണ്. അത് പക്ഷേ BJPക്ക് മാത്രമല്ല, താങ്കൾ ഈ പറഞ്ഞ മേഘ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള വെസ്റ്റേൺ UP പവർ കോർപ്പറേഷനാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ബോണ്ട് കൊടുത്തിരിക്കുന്നത്. 110 കോടി. മേഘ എഞ്ചിനീയറിംഗ് 584 കോടി BJPക്ക് കൊടുത്തപ്പോൾ വെസ്റ്റേൺ UP പവർ 110 കോടി കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട്. വേദാന്ത 104 കോടി കോൺഗ്രസിന് കൊടുത്തപ്പോൾ 226 കോടി BJPയും കൊടുത്തിട്ടുണ്ട് 2019 ഇലക്ഷന് മുമ്പ്. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ അഴിമതിയിൽ മുങ്ങേണ്ടതാണോ ഇന്ത്യൻ രാഷ്ട്രീയം? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലെവൽ പ്ലേയിങ് നിഷേധിക്കപ്പെടുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് ഇങ്ങനെ അനേകായിരം ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയിലെ സംഭവ വികാസങ്ങൾ. ഇലക്ഷൻ ബോണ്ടുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന സ്ഫോടനാത്മകമായ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രി ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യവും വരുന്നു. ഇടവേളയുണ്ട്, എനിക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമോ അതോ കസ്റ്റഡിയോ? ഇതുവരെയും ആ വിവരം വന്നിട്ടില്ല. കാത്തിരിക്കണം. കോടതി നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, നേരത്തെ ഇവിടെ ദത്താത്രേയ ഹൊസബലയെ ഉദ്ധരിച്ച് ജയേന്ദ്രൻ സംസാരിക്കുകയുണ്ടായല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാലം തെളിയിക്കട്ടെ എന്നുള്ളതാണ്. കാലം അങ്ങനെ ഒരു കരുണ കാണിക്കുമോ? ഇവിടെ ഇപ്പോൾ മദ്യ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങി അത് ഇലക്ഷന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള കുറ്റം. അതിനാണ് കെജ്രിവാളിനെ അകത്തിട്ടിരിക്കുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ BJP സർക്കാർ, മഹാരാഷ്ട്ര സർക്കാർ ഒരു വലിയ 1410 കോടിയുടെ ഒരു വലിയ ടണൽ കരാർ കൊടുത്തതിന് തൊട്ടു പിന്നാലെ ആ കരാർ കിട്ടിയിട്ടില്ല, ആ കോൺട്രാക്ട് കിട്ടിയിട്ടുള്ള കമ്പനി ഇലക്ഷൻ ബോണ്ടിലേക്ക് സംഭാവന ചെയ്ത വിവരം നമ്മുടെ മുമ്പിൽ പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. ഇതേ ഡൽഹി ലിക്കർ പോളിസി കേസിൽ ഉൾപ്പെട്ട, ഇതേ ഡൽഹി ലിക്കർ പോളിസി കേസിൽ അറസ്റ്റിലായ ആൾ, ആ അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം ഡയറക്ടറായിട്ടുള്ള കമ്പനി 5 ദിവസത്തിനുള്ളിൽ BJPക്കാണ് ഇലക്ഷൻ ബോണ്ട് കൊടുക്കുന്നത്. അതിനുശേഷം അയാൾ അപ്രൂവർ ആവുന്നു. അപ്രൂവർ ആയതിനു ശേഷം 25 കോടി വീണ്ടും കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അഴിമതി എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, അഴിമതി എന്നുള്ളത് ഇവിടെ ലീഗലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം ജനങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിട്ടിട്ട് ഏത് കൊമ്പനും ഒരു നാൾ കുടുങ്ങുമെന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? അഭിലാഷേ, ഇലക്ട്രൽ ബോണ്ടിനെ പറ്റിയുള്ള ഇലക്ട്രൽ ബോണ്ട് എന്തോ ഒരു വലിയ ആറ്റം ബോംബാണ് എന്നായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൻ്റെ രാജ്യം ഭരിക്കുന്ന രാജ്യത്ത് ഏതാണ്ട് 17 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ആ BJPക്ക് കിട്ടിയ ഫണ്ട് എത്ര, വെറും ചെറിയ സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന കക്ഷികൾക്ക് കിട്ടിയ ഫണ്ട് എത്ര, അത് എത്രമാത്രം ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്നുള്ള വലിയ സത്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ല, അഴിമതി എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് ഇതുപോലെ കോൺട്രാക്ട് കിട്ടാനും ആനുകൂല്യങ്ങൾ കിട്ടാനും ഒക്കെ കമ്പനികൾ പണം കൊടുത്തു എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പൊ BRS എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടിക്ക് 1407 കോടി രൂപയാണ് കിട്ടിയത്. എങ്ങനെ കിട്ടി? തൃണമൂൽ കോൺഗ്രസ് 1707 കോടി രൂപ ഈ തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയ പാർട്ടിയായി മാറുകയാണ്. YSRCP, അതായത് തെലങ്കാനയും ആന്ധ്രയൊക്കെ ഭരിക്കുന്ന പാർട്ടികൾക്ക് 1000-നടുത്ത് കോടി കിട്ടുന്നുണ്ടെങ്കിൽ കൃത്യമായും ഭരണക്കാരെ പ്രീതിപ്പെടുത്താൻ നമ്മുടെ കിറ്റക് സാബു തന്നെ പറഞ്ഞല്ലോ 25 കോടി കൊടുക്കേണ്ടി വന്നു എന്ന്. അപ്പൊ കൈക്കൂലി എന്നുള്ളതിനൊരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട്. അതിന്റെ ഏറ്റവും കൂടിയ ആനുകൂല്യം 48% കിട്ടിയത് BJPക്കാണ്. അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. അഭിലാഷേ, ഞാൻ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ട ഒരു വ്യക്തി ഞാനാണ്. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപെട്ട് എന്നെ തടസ്സപ്പെടുത്തി എൻ്റെ മറുപടിയെ തടസ്സപ്പെടുത്തുന്നതും നിങ്ങൾ തന്നെയാണ്. അത് ശരിയായ ഒരു കാര്യമല്ല. എനിക്ക് മുഴുമിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കുന്നില്ല. അല്ല, പക്ഷെ എന്നെ പറയാൻ അനുവദിക്കുക കൂടെ വേണം നിങ്ങൾ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് കേട്ടാത്തൊന്നും ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ലഭിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഈ പണം വാങ്ങിയിട്ടുള്ളത്, സംഭാവനയായി പണം വാങ്ങിയിട്ടുള്ളത് ഈ 2019 ശേഷമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ഒരു ഗുണമുണ്ടല്ലോ, ഒരു ഇല്ല. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡേറ്റകൾ പ്രകാരം ആർക്ക് എത്ര പണം എപ്പോൾ കൊടുത്തു എന്നുള്ള ഒരു ക്ലിയർ പിക്ചറെങ്കിലും നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇവിടെ ഇപ്പം CPM അവർ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് ഇല്ല, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി കാശ് വാങ്ങിയിട്ടില്ല. ഇല്ല, CPM ആരോടത്തും ഒരു സംഭാവന വാങ്ങിയിട്ടില്ലേ, പണം വാങ്ങിയിട്ടില്ലേ എന്നാണോ ഇതിൻ്റെ അർത്ഥം? അറ്റ്ലീസ്റ്റ് വളരെ ഇതിൻ്റെ അകത്ത് അങ്ങനെയെങ്കിലും ഒരു സുതാര്യത ഉണ്ടല്ലോ. ഈ പോളിസി ഉണ്ടാക്കിയതിനു ശേഷം ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊക്കെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ പറയാൻ അനുവദിക്കാം. അഭിലാഷേ, കാര്യമല്ല, സമയം കഴിഞ്ഞു. ഇനി അടുത്ത ബുള്ളറ്റിലേക്ക് പോകണം. അതുകൊണ്ടാണ് വളരെ നന്ദി 4 പേർക്കും. നമുക്ക് ഇലക്ഷൻ എക്സ്പ്രസിലേക്ക് പോവാം.